ഇന്ത്യക്കെതിരെ അസീം മുനീർ നടത്തിയത് ഒരു രാജ്യത്തിനും അംഗീകരിക്കാൻ കഴിയുന്ന പ്രസ്താവനകളായിരുന്നില്ല. ഇന്ത്യയുടെ തറവാട്ട് സ്വത്തല്ല സിന്ധു നദിയെന്നും അവിടെ ഇന്ത്യ അണക്കെട്ട് പണിയുന്നത് പൂർത്തിയാവാൻ ഞങ്ങൾ കാത്തിരിക്കുന്നുവെന്നും അപ്പോഴേക്കും ഞങ്ങൾ 8-10 മിസൈലുകൾ അങ്ങോട്ടയച്ച് അത് തകർക്കുമെന്നും ഇതോടുകൂടി ഇന്ത്യ മാത്രമല്ല ലോകത്തിലെ പകുതി ജനങ്ങളും അണുയുദ്ധത്തിന് ഇരയായി ഇല്ലാതാകുമെന്നുമാണ് പ്രഖ്യാപനം. ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ സൈനിക തലവൻ അമേരിക്കയിൽ പോയി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ ധൈര്യം കാട്ടില്ല. എന്നാൽ അസീം മുനീറിന് അത് സാധിച്ചത് ട്രംപിന്റെ സ്വന്തം ആള് എന്ന നിലയിലാണ്. എന്നാൽ ആ പ്രസ്താവനയെ വെറുതെ വിടണ്ട എന്ന് ഇന്ത്യ തീരുമാനിച്ചു. അതിശക്തമായി പ്രതികരിച്ചുകൊണ്ടും പ്രതിഷേധിച്ചുകൊണ്ടും ഇന്ത്യ രംഗത്ത് വന്നു. ഇന്നലെ ഔദ്യോഗികമായി തന്നെ ഇന്ത്യ ഈ പ്രസ്താവനയെ തള്ളിക്കളയുകയും ചുട്ട മറുപടി കൊടുക്കുകയും ചെയ്തു. പാകിസ്ഥാൻ മിസൈലുകളുമായി ഇങ്ങോട്ട് വന്നാൽ ഇന്ത്യൻ സേന മാങ്ങ പറിക്കാൻ പോവുകയല്ല എന്ന് വ്യക്തമാക്കുന്ന തരത്തിലായിരുന്നു പ്രസ്താവന. ഓപ്പറേഷൻ സിന്ദൂറിൽ പാക് ആണവ നിലയങ്ങളുടെ മുറ്റത്തെത്തി ഞങ്ങൾക്ക് നിങ്ങളുടെ കേന്ദ്രം ഇവിടെയാണെന്നറിയാം എന്ന് തെളിയിച്ച് പാക് സൈനിക കേന്ദ്രങ്ങൾ തച്ചുടച്ച് 6ഓളം പാക് യുദ്ധവിമാനങ്ങളെ വീഴ്ത്തി ഇന്ത്യ മടങ്ങിയിട്ടും പാഠം പഠിച്ചില്ലെങ്കിൽ അനുഭവിക്കാൻ കാത്തിരുന്നുള്ളൂ എന്ന തരത്തിൽ തന്നെയാണ് ഇന്ത്യയുടെ പ്രസ്താവന. പാകിസ്ഥാൻ ഉത്തരവാദിത്തമില്ലാത്ത ഒരു ആണവ രാഷ്ട്രമാണെന്നും അതവർ ലോകത്തിന്റെ നാശത്തിനായി പ്രയോഗിക്കുമെന്നും പാക് സൈനിക മേധാവി സ്ഥിരീകരിച്ച സ്ഥിതിക്ക് അടിയന്തരമായി ലോകം ഇടപെടണമെന്നും പാകിസ്ഥാന്റെ ആണവ നിരായുധീകരണം നടപ്പിലാക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു കഴിഞ്ഞു.